ഗോൾഡ് കേരള വിഷൻ ചാനലിൽ നമ്മുടെ നാട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന നാട്ടുപോര് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചാണ്. പൊന്നാനി നഗരസഭയിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് ഈ വോട്ടെടുപ്പിൽ, അവരുടെ നിലവിലെ ഏതെല്ലാം വിഷയങ്ങളാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നെല്ലാം നമ്മൾ ഈ ചർച്ചയിലൂടെ നമുക്ക് നോക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് പൊന്നാനി നഗരസഭയുടെ സ്ഥിരം സമിതി ചെയർമാനായിട്ടുള്ള ടി മുഹമ്മദ് ബഷീറാണ്, LDFൻ്റെ. സ്വാഗതം. മറ്റൊന്ന് മുസ്തഫ വടമുഖ്, UDFൻ്റെ പ്രതിനിധിയാണ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡൻ്റാണ് അദ്ദേഹം. സ്വാഗതം. മറ്റൊന്ന് രവീന്ദ്രൻ ചക്കൂത്ത്, അദ്ദേഹം NDAയുടെ പ്രതിനിധിയായിട്ട് ഇവിടെയുണ്ട്. ഈ മൂന്ന് പേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഈ നഗരസഭയുടെ ഇതുവരെയുള്ള പ്രവർത്തനം എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പോകുന്നത്, ജനങ്ങൾക്ക് എന്ത് അവകാശവാദങ്ങളുള്ളതെന്ന് വളരെ ചുരുക്കിയിട്ട് സ്ഥിരം സമിതി അധ്യക്ഷനായിട്ട് താങ്കളൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി പൊന്നാനി നഗരസഭയിൽ അധികാരത്തിലിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. പൊന്നാനി നഗരസഭ രൂപീകരിക്കപ്പെട്ട് നാം അരനൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. ഇക്കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, പട്ടികജാതി വികസനം, മത്സ്യബന്ധനം, കാർഷിക മേഖല തുടങ്ങി സമസ്ത മേഖലകളിലും സമഗ്ര വികസനത്തിലൂന്നിയ നയനിലപാടുകളുമായാണ് കഴിഞ്ഞ 10 വർഷത്തെ നഗരസഭാ ഭരണം മുന്നോട്ട് പോയത്. ആരോഗ്യ മേഖലയിൽ, ശുചിത്വ മേഖലയിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി സംസ്ഥാനത്തെ 86 നഗരസഭകളിൽ ഏറ്റവും മികച്ച നഗരസഭയായി പൊന്നാനി നഗരസഭ തിരഞ്ഞെടുക്കപ്പെടുകയും ആർദ്രം പുരസ്കാരത്തിന് നഗരസഭ സമ്മാനിതമാവുകയും ചെയ്തു. ഇക്കഴിഞ്ഞ 5 വർഷത്തിൽ നിരവധി പുരസ്കാരങ്ങളാണ് നഗരസഭയെ തേടിയെത്തിയത്. നഗരസഭയ്ക്ക് കീഴിലുള്ള മാതൃശിശു ആശുപത്രിക്ക് കായകൽപ്പം അവാർഡ്, പൊന്നാനി താലൂക്ക് ആശുപത്രിക്ക് കാമൊമൻറ്റേഷൻ അവാർഡ്, നഗരത്തിൻ്റെ നഗരാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അവാർഡുകൾ, ബഡ്സ് സ്കൂളിന് ജില്ലാതല പുരസ്കാരം തുടങ്ങി നിരവധി മേഖലകളിൽ നമുക്ക് അവാർഡുകൾ നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 5 വർഷക്കാലവും ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കാനാവശ്യമായ ഇടപെടലുകളാണ് നഗരസഭ ഭരണസമിതി നടത്തിയത്. അതിൻ്റെ തുടർച്ചകൾ സൃഷ്ടിക്കാൻ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണം എന്നാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ആമുഖമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ. എന്താണ് UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്? കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഈ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അദ്ദേഹം പറഞ്ഞ ടൂറിസം മേഖലയിലും ആരോഗ്യ മേഖലയിലും കാർഷിക മേഖലയിലും പ്രത്യേകിച്ച് തീരദേശം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി. ആ മേഖലയിൽ വളരെ പരാജയമാണ് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ 10 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. കുറച്ചൊട്ടനവധികം കടലാസ് പ്രഖ്യാപനങ്ങൾ, പദ്ധതികളാണ് അവിടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആരോപിക്കാനുള്ളത്. ഉദാഹരണമായി സുന്ദരി പൊന്നാനി എന്നും മിടുക്കി പൊന്നാനി എന്നും ശ്വാനസാഹൃദ നഗരസഭ എന്നും പൊന്നാരൻ കൊയ്യുന്ന പൊന്നാനി എന്നും പൊന്നാനി ഉൽപ്പാദന പൊന്നാനി എന്നും ശുചിത്വ നഗരം, ആരോഗ്യ മേഖലയിലെ വികസനം, അങ്ങനെ റോഡ് അഴുക്കുചാൽ വികസനം, കനാലിൻ്റെ പുനരുജ്ജീവനം, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, ബീച്ചിൻ്റെ വികസനം, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ആശ്വാസകിരണം, അങ്ങനെയുള്ള ഒട്ടനവധി പ്രഖ്യാപനങ്ങളിൽ മാത്രം എഴുതിയ ഒരു ഭരണസമിതിയായിരുന്നു ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലുണ്ടായിരുന്നത്. ആരോഗ്യ മേഖലയിൽ വലിയ പരാജയം ആ ഭരണസമിതിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യമേഖലയിലും പുഴയോര മേഖലയിലും ഒരു പ്രളയം കടന്നു വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു മഴക്കാലം കടന്നു വരുമ്പോൾ പൊന്നാനിയുടെ മുനിസിപ്പാലിറ്റിയിലെ ഈശ്വരമംഗലം, കുട്ടാട് പ്രദേശങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് പൊന്നാനി മേഖലയുള്ളത്. എന്താണ് NDA പ്രതിനിധിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്? കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണസമിതിയുടെ പ്രവർത്തനം വിലയിരുത്തുകയാണ് നമ്മൾ. പഞ്ചായത്ത് രാജ് വന്നതിന് ശേഷം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫണ്ട്, പദ്ധതി വീതം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഓരോ 5 വർഷം കൂടുമ്പോഴും നമുക്ക് ആസൂത്രണ ബോർഡിൻ്റെ ആയാലും അല്ലെങ്കിൽ നീതി ആയോഗിൻ്റെ ആയാലും
വലിയ തോതിലുള്ള ഫണ്ട് ഇവിടെ എത്തിച്ചേരും. ആ ഫണ്ട് കൊണ്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്ന ഒരു പ്രത്യേക വികസനവും ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല, 10 വർഷത്തിലുണ്ടായിട്ടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, മത്സ്യബന്ധന മേഖല, ഇതിലൊക്കെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടക്കുന്നു. അതിൻ്റെ നടത്തിപ്പുകാരായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മാറുന്നു. ഇപ്പോൾ പറഞ്ഞ ആരോഗ്യമേഖലയുടെ പ്രശ്നം പറഞ്ഞു. ആരോഗ്യമേഖല ധാരാളം 2 വാർഡ് 3 വാർഡിന് എന്ത് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ആയുഷ്മാൻ ഭാരതിൻ്റെ പദ്ധതിയിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊന്നാനി നഗരസഭയെ എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഭവന നിർമ്മാണ രംഗത്ത് PMAY പോലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ പദ്ധതി നടത്തിപ്പിൻ്റെ ആ പരിപാടി അല്ലാതെ ഞങ്ങൾ ഇന്ന കാര്യം ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങളുടെ ഒരു കയ്യൊപ്പ് ഇവിടെ ഇത് ഞങ്ങൾ സൃഷ്ടിച്ചതാണ് എന്ന് പറയാൻ, അങ്ങനെ മേൽനടിക്കാൻ ഇടതുപക്ഷമൊന്നും. ശരി, അതെ 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 അതായത് കഴിഞ്ഞ 10 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന ഭരണത്തിൻ്റെ ഒരു വളരെ സപ്പോർട്ടുണ്ട്. അപ്പോൾ പിന്നെ സംസ്ഥാനം ഭരിക്കുന്നു, നമ്മുടെ ഈ നഗരസഭയും ഭരിക്കുന്നു. എടുത്തു പറയത്തക്ക എന്തെല്ലാം പദ്ധതികളാണ് ഈ കാലയളവിൽ നിങ്ങൾക്ക് ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്? 2 ആരോപണങ്ങളാണ് ഇവിടെ വന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി പറഞ്ഞത് കടലാസു പദ്ധതികൾ എന്നാണ്. അത് കുറച്ചുകൂടി മനോഹരമായി വിവക്ഷിക്കുകയാണ് NDAയുടെ പ്രതിനിധി ചെയ്തത്. കേരളത്തിൽ 86 നഗരസഭകളുണ്ട്, 941 ഗ്രാമപഞ്ചായത്തും 152 ബ്ലോക്ക് പഞ്ചായത്തും 14 ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനുകളും. ഇവിടെയൊക്കെയുള്ള ഇതിനകത്തിപ്പോൾ BJPക്ക് അങ്ങനെ പ്രത്യേകമായ സ്റ്റേക്കൊന്നും ഇതിനകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 941 പഞ്ചായത്തിൽ 13 പഞ്ചായത്തിലാണ് BJP കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. കേരളത്തിലെ 86 നഗരസഭകളിൽ അടൂരും പാലക്കാടുമാണ് BJP അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഗംഭീര വികസനമാണ് എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ഞാൻ ചോദിക്കട്ടെ, ഇക്കഴിഞ്ഞ 10 വർഷക്കാലം പൊന്നാനി നഗരസഭയിലുണ്ടായ പുരോഗതിയെ നിങ്ങൾക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയും? തെയ്യങ്ങാട് ഗവൺമെൻറ് LP സ്കൂളിന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഏറ്റവും വലിയൊരു കെട്ടിടമുണ്ടായി. 32 സെൻറ്റ് സ്ഥലം കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി വാങ്ങി അവിടെ കെട്ടിടമുണ്ടാക്കി. ആ ഭരണസമിതിയുടെ കാലത്ത് കടവനാട് ഗവൺമെൻറ് LP സ്കൂളിന്, അഴീക്കൽ ഫിഷറീസ് സ്കൂളിന്, അതുപോലെ തന്നെ നമ്മുടെ ചെറുവായിക്കര ഗവൺമെൻറ് UP സ്കൂളിന് സ്ഥലം വാങ്ങി. ഈ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് 5 സ്കൂൾ കെട്ടിടങ്ങൾ പുതുതായി ഈ നഗരസഭയിൽ വന്നു. തൊട്ട് കാണിക്കാവുന്ന വികസനമുണ്ട്. 6 നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, സംസ്ഥാനത്ത് അനുവദിക്കപ്പെട്ട 6 നഗരാരോഗ്യ കേന്ദ്രങ്ങളും ആരംഭിച്ച 4 നഗരസഭകളിൽ ഒന്നാണ് പൊന്നാനി. ഈ മലപ്പുറം ജില്ലയിലുള്ള മറ്റ് നഗരസഭകളിൽ അനുവദിച്ച ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്ര എണ്ണം ആരംഭിച്ചു? താനൂർ നഗരസഭ 4 നഗരാരോഗ്യ കേന്ദ്രമാണ് അനുവദിച്ചത്. എത്ര എണ്ണം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു? ഒരെണ്ണം പോലും തുറന്നിട്ടില്ല. വളാഞ്ചേരിയിൽ 5 നഗരാരോഗ്യ കേന്ദ്രങ്ങൾ അനുവദിച്ചു, അവർ 2 എണ്ണം ആരംഭിച്ചിട്ടുണ്ട്. മഞ്ചേരി നഗരസഭയ്ക്ക് 7 നഗരാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു, അവർ 3 എണ്ണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അനുവദിക്കപ്പെട്ട 6 നഗരാരോഗ്യ കേന്ദ്രങ്ങൾ നെയ്തല്ലൂർ, കടവനാട്, പള്ളപ്രം, പുതുപൊന്നാനി, കോട്ടത്തറ, ഈ അനുവദിക്കപ്പെട്ട 6 നഗരാരോഗ്യ കേന്ദ്രങ്ങളും ആരംഭിക്കുന്നതോടുകൂടി ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഈ നാട്ടിനകത്ത് 29 കോടി രൂപയിലധികം ചെലവഴിച്ച് 5 പുതിയ വിദ്യാലയങ്ങൾക്ക് കെട്ടിടമുണ്ടാവുകയാണ്. ഈ നഗരത്തിൻ്റെ ടൂറിസം വികസനത്തിന് സമാനതകളില്ലാത്ത സാധ്യതകൾക്ക് വാതിൽ തുറന്നു കൊടുത്താണ് ഇക്കഴിഞ്ഞ 5 വർഷക്കാലം നിളയോര പാത, നിളയോര ടൂറിസം ബ്രിഡ്ജ്, അതുപോലെ നിളയോര പാതയിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്റർ, പുഴമുറ്റം പാർക്ക്, മോത്തിലാൽ ഘട്ട് ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ഈ നഗരത്തിൻ്റെ 3 കേന്ദ്രങ്ങളിൽ ടേക്ക് എ ബ്രേക്കുകൾ, എടുത്തു കാണിക്കാവുന്ന വികസനങ്ങൾ. എണ്ണി പറയുന്ന ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് അവർ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിൽ നമുക്കൊരു വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെ സംബന്ധിച്ച് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളാം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇക്കഴിഞ്ഞ നവംബർ 1-ാം തീയതിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് എന്ത് ചെയ്ത് ഔപചാരികമായി പ്രഖ്യാപിച്ചത്. ഞാനതിൻ്റെ കണക്കുകൾ വിശദമായി പറയാം. അങ്ങനെയല്ല, ഈ അതിദാരിദ്ര്യരുണ്ടോ ഈ തീർച്ചയായും ഈ നഗരസഭാ പരിധിയിലുണ്ടായിരുന്ന അതിദാരിദ്ര്യരുടെ ഉണ്ടോ ഇല്ലയെന്ന് പറയുന്നത് എല്ലാം നിർമ്മാർജ്ജനമായിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറയാം. അതിദാരിദ്ര്യ വിമുക്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകാനുള്ള പദ്ധതി, 5 കുടുംബങ്ങൾക്ക് വീട്, 19 കുടുംബങ്ങൾക്ക് വീടിൻ്റെ പുനരുദ്ധാരണം,
9 കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ്, 152 കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ, 25 കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സഹായം, 9 കുടുംബങ്ങൾക്ക് അവകാശ രേഖ. ഇത് കൂടാതെ ഈ മേഖലയിലുള്ള ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട അതിദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസത്തിനുള്ള ബസ് യാത്ര, അതിദരിദ്രം ഇല്ലാന്ന് തന്നെ പറയാം. അതിദരിദ്രയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പദ്ധതികളിൽ ശ്രദ്ധേയമായ മാറ്റം. അതിൻ്റെ ഇടയിൽ ഒരു ആരോഗ്യ പ്രശ്നത്തിനെ സംബന്ധിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ അവിടെ ഭവന നിർമ്മാണം നടത്തിയിട്ടുണ്ട്, ഒട്ടേറെ കാര്യങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അവിടെ മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമായി നടപ്പിലാവുന്നില്ല എന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു, അത് കുറച്ചു കാലം മുമ്പ് UDF ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണമാണ്. അവിടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ വന്ന് പറയുകയാണ് അവിടെ എന്തില്ല, മാലിന്യ സംസ്കരണത്തിന് ഉപാധികളില്ല. ആ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 1 മാസം മുമ്പേ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇവിടെ ഇപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. അവിടെയുള്ള മുഴുവൻ കുടുംബങ്ങളിലും വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം നടപ്പിലാക്കാൻ റിംഗ് കമ്പോസ്റ്റുകളും ബയോബിന്നും നൽകിയിട്ടുണ്ട്. അങ്ങനെയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ബഷീർ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി കെട്ടിടങ്ങളുടെ, സ്കൂളുകളുടെ കെട്ടിടങ്ങളുടെ കാര്യം സൂചിപ്പിക്കേണ്ടായി. PMJVK എന്ന പ്രോജക്റ്റ് പ്രകാരമാണ് അതൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ആദ്യം അത് MSPP എന്നൊരു പദ്ധതിയായിരുന്നു. AT മുഹമ്മദ് ബഷീർ MP UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ആ പദ്ധതി കൊണ്ടുവരുന്നത്. AT മുഹമ്മദ് ബഷീർ MPയുടെ ശ്രമഫലമായിട്ട് ആദ്യമായിട്ട് പൊന്നാനിയിലേക്ക് എത്തുന്നത്. മറിഞ്ഞു വരുന്ന ഗവൺമെൻറ്റുകളുടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വികസനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വരും. ഒരു മൈനോറിറ്റി വിഭാഗത്തെ സംരക്ഷിക്കുന്ന, ഡെവലപ്പ് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടാണ് ആ പദ്ധതി കൊണ്ടുവന്നത്. അല്ലാതെ അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ് എന്ന് പറയണത് അത് ശരിയല്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി അദ്ദേഹം പൊന്നാനി കർമ്മ റോഡുമായി ബന്ധപ്പെട്ടുള്ള കർമ്മ ടൂറിസം മേഖലയെ പറ്റി പറയണ്ടായി. ടൂറിസം മേഖലയിൽ 5 കോടിയോളം രൂപ ലാപ്സായി പോകുന്നൊരവസ്ഥയാണുള്ളത്. ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ്. അവിടെ പ്രൈവറ്റ് വ്യക്തികൾ, ടൂറിസം മേഖലയ്ക്ക് നമുക്ക് വരാം. അദ്ദേഹം പരാമർശിക്കേണ്ടായി. ദാരിദ്ര്യ നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച് എന്താണ് ആ ഭാഗങ്ങളിലൊക്കെ ഫലപ്രദമായി നടപ്പാക്കി എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഏറ്റവും കൂടുതൽ പൊന്നാനി നഗരസഭയുടെ പരിസര പ്രദേശങ്ങളിൽ സഞ്ചരിച്ചാൽ കാണാം ഏതൊക്കെ തരത്തിലാണ് മാലിന്യ നിർമ്മാർജ്ജനം നടന്നിട്ടുള്ളത് എന്നത്. പുനർഗേഹം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ബിൽഡിംഗ് അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഹാർബറിൻ്റെ പ്രദേശത്ത് നിർമ്മിക്കേണ്ടായി. അവിടെ ആ ബിൽഡിങ്ങിൻ്റെ മാലിന്യം എല്ലാവർക്കും അറിയുന്നതാണ്, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ശ്രദ്ധിച്ചതാണ്. അവിടുത്തെ മാലിന്യ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയാത്തത് ഈ അവസാന ഘട്ടത്തിലാണ് നഗരസഭയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ചെയ്യാൻ എത്തി നോക്കാൻ വേണ്ടി സാധിച്ചത്. ഒരുപാട് സമരങ്ങളിലൂടെയാണ് അത് ചെയ്തെടുത്തത്. നഗരസഭയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ പറയുന്നതല്ല, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയല്ല, NDA പ്രതിനിധിക്ക് എന്താണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച് ഫലപ്രദമായി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന അഭിപ്രായമാണോ ഉള്ളത്? ആദ്യം 1-2 കാര്യം പറയട്ടെ. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു. ഇതേമാതിരി ഒരു പൊതുയോഗം വിളിച്ചു ചേർത്ത് സിനിമാ നടൻ മമ്മൂട്ടിയെയൊക്കെ വിളിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളിത് അതിദാരിദ്ര്യം അല്ലാതമായി മാറി. അതായത് ഗവൺമെൻറ് ഉത്തരവിലൂടെ ലോകത്ത് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താമെന്ന് കാണിച്ചു കൊടുത്ത ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സ്കൂളുകളുടെ കാര്യം, 7ഓളം വിദ്യാലയങ്ങൾക്കാണ് നേരത്തെ പറഞ്ഞു. MSDP ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രമമായി 7ഓളം വിദ്യാലയങ്ങൾക്കാണ് ഇവിടെ ഫണ്ട് കിട്ടിയിട്ടുള്ളത്. പൊന്നാനിയിൽ വിവിധ സ്കൂളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തെയ്യങ്ങാട് സ്കൂള്, അഴീക്കൽ സ്കൂള്, കടവന അവിടെ ടൗണിലൊരു സ്കൂളുണ്ട്. ടൗണിൽ ആ പൊന്നാനി നേഴ്സിംഗ് ഹോമിൻ്റെ നേരെ മുമ്പിലുള്ള സ്കൂള്, തൃക്കാവ് സ്കൂള്, GLPS കടവനാട്, അതുപോലെ തന്നെ കടവനാട് ഫിഷറീസ് സ്കൂൾ, ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പോരാതെ 5 കോടി രൂപ നമ്മുടെ ഈ കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ് സെൻ്ററിന് കെട്ടിടമുണ്ടാക്കാനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച തന്നെ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ധാരാളം ലഭിക്കുന്നു. അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഇടതുപക്ഷം കൊണ്ടുപോകുന്നു. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി നഗരസഭയിൽ താമസിക്കുന്നവർ, വാർഷികമായി 300 രൂപ നികുതി അടയ്ക്കുന്നവർ ഒരു 600 രൂപയും കൂടിയും ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക എന്നല്ലാതെ
മറ്റ് നിർവാഹമൊന്നുമില്ല. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എന്താണ്? മാത്രമല്ല അതിൻ്റെ കൂടെ കൂട്ടി പറയേണ്ടത്, കേന്ദ്ര ആവിഷ്കൃത പരിപാടികളെല്ലാം അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ട് അത് വകമാറ്റി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് തോന്നുന്നു. വകമാറ്റിയല്ല, കേന്ദ്ര ആവിഷ്കൃത പരിപാടികൾ നിങ്ങൾ പേര് മാറ്റിയിട്ട് അവകാശപ്പെടുന്നു, അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. സ്കൂളിനാണെന്ന് പോലും അദ്ദേഹത്തിന് കൃത്യമായി അറിയില്ല. അഴീക്കൽ സ്കൂളിനില്ല, കടവനാട് ഫിഷറീസ് സ്കൂളിനില്ല. ഉള്ള സ്കൂളുകൾ കൃത്യമായി അങ്ങ് പറയാം. തെയ്യങ്ങാട് ഗവൺമെൻറ് LP സ്കൂൾ, പുതുപൊന്നാനി ഫിഷറീസ് LP സ്കൂൾ, കടവനാട് GLP സ്കൂൾ, തൃക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഡയാലിസിസ് സെൻറ്റർ. ഇതാണ് നിങ്ങൾ അനുവദിച്ചിട്ടുള്ള നിങ്ങൾ ഈ പറയുന്ന PMJ. ഇത് കേട്ടാൽ തോന്നുന്നു ഇതെന്തോ കയ്യിൽ നിന്ന് എടുത്ത് തരുന്ന മാതിരി. കേരളത്തിലെ സാധാരണക്കാരൻ ഒരു തീപ്പെട്ടി വാങ്ങിച്ചാൽ അതിന് 12 പൈസയുടെ നികുതി കേന്ദ്ര ഗവൺമെൻറ് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ആ നികുതിയിൽ നിന്ന് ഈ രാജ്യത്തിന് ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഈ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതമാണ് ഈ തരുന്നത്. നിങ്ങളെ പദ്ധതിയുടെ പ്രേരണ പറഞ്ഞു, പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം. ഈ പദ്ധതി യഥാർത്ഥത്തിൽ ഏതായിരുന്നു? ഈ പദ്ധതിയുള്ള കാലത്താണോ പൊന്നാനി നഗരസഭ ഈ പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത്? കേന്ദ്ര സർക്കാരിന് നേരിട്ടല്ല സമർപ്പിക്കുക, ഇത് സംസ്ഥാന ഗവൺമെൻറ്റാണ് സമർപ്പിക്കുക. സംസ്ഥാന ഗവൺമെൻറ് ആകെ വരുന്ന തുകയുടെ ഇത്ര ശതമാനം ബഡ്ജറ്റിൽ മാറ്റിവെക്കാം എന്ന് തീരുമാനിച്ചാലേ ഈ പദ്ധതി നടപ്പിലാക്കൂ. ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് നഗരസഭ, ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പാലക്കാട് നഗരസഭയിലെ സുൽത്താൻ പേട്ടും യാക്കര ഉൾപ്പെടെയുള്ള മേഖലയുണ്ടല്ലോ, അവിടെ പാലക്കാട് BJP ഭരിക്കുന്ന നഗരസഭയിൽ എന്തേ PMJVK പദ്ധതിയിൽ ഒരു സ്കൂൾ ഉണ്ടാവാതിരുന്നത്? നിങ്ങൾക്കതിന് കഴിവില്ല, നിങ്ങൾക്കതിന് ഭാവനയില്ല, നിങ്ങളെ കൊണ്ട് നടപ്പാക്കാനും കഴിയില്ല. PMJVK പദ്ധതി ആദ്യം MSDP ആണ്, മൾട്ടി സെക്ടർ മൈനോറിറ്റി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന നിലയ്ക്ക് ഇടതുപക്ഷം കൂടെ അധികാരത്തിലുള്ള ആ ഗവൺമെൻറ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ രജീന്ദ്ര സച്ചാർ കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ട പദ്ധതിയുടെ പേരാണ് മൈനോറിറ്റി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതാണ് MSDP. ആ പദ്ധതി നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്താ ഇത്? നിങ്ങൾക്ക് മൈനോറിറ്റി എന്ന് കേട്ടാൽ ആകെ കൂടി ഒരു വിഷമമാണ്. അപ്പോൾ നിങ്ങൾ അല്ലല്ല, ഞാനിത് പറയാൻ അവർക്ക് പറയാനുള്ള സമയം കൊടുക്കുമ്പോൾ എനിക്കും കൂടെ സമയം എടുക്കുമ്പോൾ ആ സബ്ജക്റ്റിൽ സംസാരിക്കാൻ. PMJVK പദ്ധതി എന്ന് പറയുന്നത് ഈ നാട്ടിൽ കൃത്യമായ പദ്ധതി തയ്യാറാക്കി സംസ്ഥാന ഗവൺമെന്റ് മുഖേന കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിലെത്തുമ്പോൾ 20% പൈസ, 100 രൂപയ്ക്ക് 20 രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. ബാക്കി 80% സംസ്ഥാന സർക്കാരിന്റെ നഗരസഭയുടേതുമാണ്. അതൊരു ജനപ്രിയ പദ്ധതിയല്ല. മറുപടിയാണത്. പിന്നെ മറ്റൊന്ന് നമ്മൾ പറയാം, പൊന്നാനി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സുന്ദരിയായ പൊന്നാനി. ഇവിടെ ഒരു കടലിൻ്റെയും അതുപോലെ കായലിൻ്റെയും ഒക്കെ വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടേറെ പരിപാടികൾ ഇവിടെ ആവിഷ്കരിച്ചതായിട്ട് പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഫലവത്തായിട്ട് നടപ്പാക്കിയിട്ടില്ല. പ്രധാനമായിട്ട് നമ്മൾ ഈ കായൽ ഓര പ്രദേശത്തിൽ BM കായൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളം അതിനുള്ള സാധ്യതകളുണ്ട്. എന്നാണ് ഈ ടൂറിസം ഒരു ഡെസ്റ്റിനേഷനായിട്ട് പൊന്നാനി ഇന്നും കേരളത്തിൽ അറിയപ്പെടാതെ പോകുന്നത്? പൊന്നാനിക്ക് ഭൂമിശാസ്ത്രപരമായൊരു പ്രത്യേകതയുണ്ട്. ഭാരതപ്പുഴയും അറബിക്കടലും പൂക്കൈതക്കടവും കനോലി കനാലും അതിരിടുന്ന 4 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട മുകളിൽ നിന്നുള്ള ദൃശ്യത്തിൽ ലഗൂണിനെ പോലുള്ള 23.67 ചതുരശ്ര കിലോമീറ്ററുള്ള കേരളത്തിലെ 86 നഗരസഭകളിൽ ജനസാന്ദ്രത കൊണ്ട് 2ാം സ്ഥാനത്തും വലിപ്പം കൊണ്ട് 7ാം സ്ഥാനത്തും നിൽക്കുന്ന നഗരസഭയാണ് പൊന്നാനി. നിങ്ങൾ നോക്കൂ, ഇക്കഴിഞ്ഞ 10 വർഷത്തിലല്ലാതെ പൊന്നാനിയിൽ ടൂറിസം മേഖലയിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടായതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ പുളിക്കക്കടവിൽ നിങ്ങളവിടെ പോയി നോക്കൂ, നിങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ. ഈ മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ അഡ്വഞ്ചറസ് പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഊരകത്തുള്ള പഞ്ചായത്തിൻ്റെ അഡ്വഞ്ചറസ് പാർക്കാണ്. ആ അഡ്വഞ്ചറസ് പാർക്ക് 106 മീറ്ററാണ് ഒരു പുഴ കിടക്കാൻ. ഞങ്ങളവിടെ ഇപ്പോൾ പുതുതായി ഈ നമ്മുടെ നമ്മുടെ പുളിക്കക്കടവ് ടൂറിസം ഭാഗത്ത് പുതിയ പാലം, തൂക്കുപാലം ആരുടെ കാലത്താണ്? ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ്. അതിൻ്റെ അനുബന്ധ വികസനങ്ങൾ ഇതായിപ്പോൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവിടെയുള്ള പവലിയൻ്റെ നവീകരണവും പുതിയ പാർക്കും പുതിയ സംവിധാനങ്ങളും വരാൻ പോവുകയാണ്. ടെൻഡർ ചെയ്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അവിടെ അഡ്വഞ്ചറസ് ടൂറിസം PPP മോഡലിൽ നടപ്പിലാക്കി. നിളയോര പാതയിൽ ആളുകൾ മുഴുവൻ മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലം ഇപ്പോഴെന്താണ്? പുഴമുറ്റം പാർക്കാണ്. രാത്രി 2 മണിക്ക് പോലും പൊന്നാനിക്കാർ അവിടെ വരുന്നു. അതിന് തൊട്ടടുത്ത് ടേക്ക് എ ബ്രേക്ക്, അതിന് തൊട്ടടുത്ത് വാട്ടർ ATM, അതിന് തൊട്ടടുത്ത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്റർ, അതിന് തൊട്ടടുത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഭക്ഷണശാല, അതിന് തൊട്ടടുത്ത് മോട്ടിലാൽ ഗട്ട് ഓപ്പൺ എയർ ഓഡിറ്റോറിയം. ഇപ്പോൾ ഈ നിള ടൂറിസം ബ്രിഡ്ജിന് താഴെ അമൃത് 2.0 ഉൾപ്പെടുത്തി വാട്ടർ റിജുവനേഷൻ പദ്ധതിയും കുട്ടികൾക്ക് വേണ്ടിയുള്ള വാട്ടർ ഫാന്റസി പാർക്കിനും ടൂറിസം മേഖലയിൽ ഒട്ടേറെ പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് അതിനൊരു വിമർശനമുള്ളത്? ഞാൻ നേരത്തെ പറയുണ്ടായി കടലാസു പദ്ധതികൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ ഒരുപാട് ടൂറിസം മേഖല ചെയ്ത കാര്യങ്ങൾ, അതിനൊക്കെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കണം. ഇപ്പോഴത്തെ സാഹചര്യം, പ്രഖ്യാപനങ്ങളും ഉദ്ഘാടനങ്ങളൊക്കെ ഒരുപാട് മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർമ്മ റോഡിൽ പ്രൈവറ്റ് വ്യക്തികൾക്ക്, സ്വകാര്യ വ്യക്തികൾക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അതൊക്കെ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്നതൊക്കെ തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ മുനിസിപ്പാലിറ്റി മേഖലയിൽ അതിന് വേണ്ട ഫണ്ട് ഉണ്ടായിട്ടും 5 കോടിയോളം രൂപ ഫണ്ട് ഉണ്ടായിട്ടും അത് ലാപ്സാപ്പിക്ക് പോകുന്ന അവസ്ഥയാണ് നിലവിലവസ്ഥയുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഫണ്ട് ലാപ്സാക്കിയുടെ ഒരു അവസ്ഥയാണുള്ളതെന്നാണ് പറയുന്നത്. ഫണ്ട് ലാപ്സാക്കി UDF ഇതേക്കുറിച്ച് ഇത് ചുക്കെന്താണ് ചുണ്ണാമ്പ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ടൂറിസം എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടു നൽകിയിട്ടുള്ള അധികാരമല്ല. അതാണ് ഏറ്റവും പ്രധാനം. 5 കോടി രൂപ ടൂറിസം എന്ന് പറഞ്ഞ് നഗരസഭയുടെ പ്ലാൻ ഫണ്ടിലോ പ്രോജക്റ്റ് ഫണ്ടിലോ നഗരസഭയ്ക്ക് വെക്കാൻ കഴിയില്ല. അതേസമയം ഒരു ദേശീയപാതയുടെയോ സ്റ്റേറ്റ് ഹൈവേയുടെയോ പുറമ്പോക്ക് ഭാഗത്ത് ഇതിനാവശ്യമായി ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഡെവലപ്മെൻറ്റ് നടത്താൻ നഗരസഭയുടെ സ്വന്തം പണമോ പദ്ധതി പണമോ ഉപയോഗിക്കാനേ കഴിയൂ. 5 കോടി രൂപ ടൂറിസം പദ്ധതിക്ക് വേണ്ടി പൊന്നാനി നഗരസഭയുടെ ഏത് അക്കൗണ്ടിലാണ് വന്നതെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ കൊടുക്കാൻ നഗരസഭ സംസ്ഥാനം ഭരിക്കുന്നൊരു പാർട്ടിയാണ് ഇന്ന് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. ഇവിടെ ആ മുനിസിപ്പാലിറ്റിക്ക് MLA കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ പൊന്നാനി ഭരിക്കുന്നൊരു MLA അവർക്ക് അത് സമ്മർദ്ദം ചെലുത്തി, അതവിടെ ഗവൺമെൻറ് തലത്തിൽ സമ്മർദ്ദം ചെലുത്തി വികസനം കൊണ്ടുവരാൻ കഴിയില്ല ടൂറിസം മേഖലയിൽ കർമ്മ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ അത് ഏതടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്? ചോദ്യം, നിങ്ങൾ പറയുന്ന 5 കോടി രൂപ പൊന്നാനി നഗരസഭയിൽ ഒന്ന് ലാപ്സായി കിടക്കുന്നു. എവിടെയാണ് 5 കോടി രൂപ വന്നത്? ഈ ടൂറിസം മേഖലയിൽ പൊന്നാനിയിൽ ഈ നിളയോര പാത ആരുടെ കാലത്തുണ്ടായി? ടൂറിസം ബ്രിഡ്ജ് ആരുടെ കാലത്തുണ്ടായി? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ടൂറിസം വികസന പദ്ധതികളൊക്കെ ആരുടെ കാലത്താണ് ഉണ്ടായത്? നിങ്ങൾ പറയുന്നു ആ പദ്ധതി ഇപ്പോൾ പുഴമുറ്റം പാർക്കിൽ രാത്രി മുസ്തഫ വരൂ നമുക്ക് ഒരുമിച്ച് പോകാം, അവിടെ ടൂറിസം ഡെസ്റ്റിനേഷൻ സെൻട്രൽ മുസ്തഫ വരൂ നമുക്ക് ഒരുമിച്ച് പോകാം. ടൂറിസം പദ്ധതിയെ പറ്റി എന്താണ് NDAക്ക് പറയാനുള്ളത്? NDA പദ്ധതിക്ക് ഇവിടെ വളരെ തന്ത്രപൂർവ്വം നിളയോരം പാർക്ക്, അതായത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള കർമ്മ റോഡിനെയാണ് ഈ വിശേഷിപ്പിക്കുന്നത്. അത് മുനിസിപ്പാലിറ്റിയുടെ ഭാവനയിലൊന്നും വന്ന കാര്യമല്ല. അതൊരു സന്നദ്ധ സംഘടന അവർ താല്പര്യമെടുത്ത് അങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചപ്പോൾ ഇത് തരക്കടില്ലല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുകയും അതിൻ്റെ നാമം പോലും കർമ്മ എന്നുള്ള നാമം മാറ്റിയിട്ട് പിന്നീട് അത് നിളയോരം അതിനെ ചൊല്ലി അവിടെ തർക്കമുണ്ടായിരുന്നു. ഇതാണ് അവസ്ഥ. ഈ ടൂറിസം മേഖലയിൽ ഇവർ പറയുന്ന മേന്മയൊന്നും പൊന്നാനിക്ക് ധാരാളം ടൂറിസം സാധ്യതകളുണ്ട്. അതിനുള്ള ഒരു കാഴ്ചപ്പാടും ഭരണസമിതിക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ കൂടെ പറയാനുള്ളത് നിളാതീരം ഇൻഡോർ സ്റ്റേഡിയം കം സ്പോർട്സ് കോംപ്ലക്സ് അങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നില്ല. അതെന്തായി? പദ്ധതി അവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പൊന്നാനി നഗരസഭയുടെ നിലവിലുണ്ടായിരുന്ന നഗരസഭാ സ്റ്റേഡിയം, നഗരസഭയുടെ ഗ്രൗണ്ട് ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ഉദ്ഘാടനം 3 മാസം മുമ്പ് മന്ത്രി നിർവഹിച്ചു. നിങ്ങൾ അവിടെ പോയാൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കാണാം. പിന്നെ പേര് മാറ്റുന്നതിനെ കുറിച്ച് ആരാണ് ഈ പറയുന്നത്? ആരാണ് ഈ പേര് മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നത്? രാജ്യത്ത് എന്ത് പേരുണ്ടെങ്കിലും, നെഹ്റുവിൻ്റെ പേരുണ്ടെങ്കിൽ അത് മോദിയാക്കുക, ഇന്ദിരയുടെ പേരുണ്ടെങ്കിൽ അത് മോദിയാക്കുക. രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ അതിൻ്റെ ചരിത്രത്തിൻ്റെ 4 അയലത്ത് കൂടെ പോയിട്ടില്ലാത്ത ആളുകളുടെ സ്വന്തം പേരിലേക്ക് മാറ്റുന്ന 8 മമ്മൂഞ്ഞുമാരാണ് എന്ത് പറയുന്നത്? ഈ നാട്ടിലെ ഒരു റോഡിൻ്റെ പേര് ഗവൺമെൻറ് തീരുമാനിച്ചതിനെ കുറിച്ച് പറയുന്നത്. ഞങ്ങൾ എന്ത് പറയാൻ അതേക്കുറിച്ച് പറയാം? ഇവിടുത്തെ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലുള്ള വിഷയങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാദേശിക വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ പൊന്നാനിയിൽ പ്രധാനപ്പെട്ട മത്സ്യമേഖലയിൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാ വിഷയങ്ങളും വരുമല്ലോ, ജനങ്ങളുടെ മനസ്സിൽ എല്ലാ വിഷയങ്ങളും കടന്നു വരും. പറയൂ. ഓക്കെ, അതെ. അപ്പോൾ ആ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒളിച്ചോടുന്ന സാഹചര്യമാണുള്ളത്. അത് പേരുകളല്ല ഇവിടെ പ്രധാനം. നമ്മൾ നേരത്തെ ഉന്നയിച്ചത് ടൂറിസം മേഖലയിൽ വികസനം എത്താത്ത വിഷയത്തോടൊപ്പം തന്നെ മത്സ്യമേഖലയിലും പുഴയോര മേഖലയിലും നഗരമേഖലയിലും അതുപോലെ തന്നെ സർവ്വമേഖലയിലും ഒരുപാട് വിഷയങ്ങൾ നേരിടുന്നുണ്ട്. ആ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണമെന്നാണ്. അത് കേവലം സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ചെയ്ത പ്രവർത്തികളല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ എന്ത് എടുത്തു, മുനിസിപ്പാലിറ്റിയുടെ വികസനം എന്ത് ചെയ്തു, പൊന്നാനി മുനിസിപ്പാലിറ്റിക്ക് നഗരസഭയ്ക്ക് എന്ത് ലഭിച്ചു, അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പറയൂ. പൊന്നാനി മുനിസിപ്പാലിറ്റി ഓൺ ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഇത്തരം പദ്ധതികൾ എന്തെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ? മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് ഫണ്ട്സാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പൈസ ഉണ്ടാവും, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പണം ഉണ്ടാകും, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ ഉണ്ടാകും, ബാങ്കുകളുടെയും അതുപോലെ തന്നെ വൻകിട സ്ഥാപനങ്ങളുടെയും ധനസഹായങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഒരു പൊതു ജനാധിപത്യത്തിനകത്ത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് എന്ത് തനത് ഫണ്ടാണുള്ളത് ഈ നാട്ടിൽ? ആരുടെ പൈസ കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിക്കുക നാട്ടിൽ?
ബ്ലോക്ക് പഞ്ചായത്തിന് നികുതി പിരിക്കാനുള്ള അധികാരമുണ്ടോ? നിങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അധികാര വികേന്ദ്രീകരണത്തിനകത്ത് ഒരു നഗരസഭയ്ക്ക് 6 തരത്തിലുള്ള പണമാണ്. ആ 6 തരത്തിലുള്ള പണം 6 തരത്തിലേ വിനിയോഗിക്കാൻ പറ്റൂ. റോഡ് മെയിൻ്റനൻസ് ഗ്രാൻറ്റും നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻറ്റും ഞങ്ങളുടെ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും CSR ഫണ്ടും മറ്റു സാധനങ്ങളും ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് നഗരസഭയുടെ വികസനം എന്ന് പറയുന്നത്. എല്ലാതും വെറുതെ ഇങ്ങനെ ആകാശത്തു നിന്നും അന്തരീക്ഷത്തിൽ നിന്നും എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുക. മത്സ്യത്തൊഴിലാളി മേഖലയിൽ, കാർഷിക മേഖലയിൽ ഞങ്ങൾ ഇന്ന പദ്ധതികൾ സൂചിപ്പിച്ചിരുന്നു, ആ പദ്ധതി നിങ്ങൾ നടപ്പിലാക്കിയോ? വികസനം അങ്ങനെയാണല്ലോ, തുറന്ന ചർച്ചയോടുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഇതാ ഇങ്ങനെ ഒരു പദ്ധതി പൊന്നാനിക്ക് നന്നാകുമായിരുന്നു, ഞങ്ങളത് മുൻപ് പറഞ്ഞതാണ്, നിങ്ങളത് നടപ്പിലാക്കിയില്ല. അങ്ങനെയൊന്നും പറയാനില്ല. നടപ്പിലാക്കിയ സാധനത്തിന് എന്താണോ കുറവ് അത് ടോർച്ചടിച്ച് നോക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുക. ഇത് നടപ്പാക്കുന്ന ആരാ? ഇടതുപക്ഷം ഭരിക്കുമ്പോഴേ ഇത് ഉണ്ടാകുന്നുള്ളൂ. പുനർഗേഹം ഫ്ലാറ്റിൽ വിള്ളൽ വീണാൽ ഞങ്ങൾ ഓടി വരും. നിങ്ങളുടെ കാലത്ത് പുനർഗേഹം ഫ്ലാറ്റ് ഉണ്ടോ? കടൽക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഈ പൊന്നാനി അസംബ്ലി മണ്ഡലം ഉണ്ടായിട്ട്, ദ്വയാംഗ മണ്ഡലത്തിൽ നിന്ന് ഇന്നീ കാണുന്ന പൊന്നാനി അസംബ്ലി മണ്ഡലം ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിനകത്ത് എത്ര വർഷം UDFൻ്റെ MLA മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ നിങ്ങൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. നഗരസഭയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഓൺ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കുക? നേരിട്ടല്ല ഉപയോഗിക്കുക. ആകെ വരുന്ന പദ്ധതിയിൽ ഇത്ര ശതമാനം ഓൺ ഫണ്ട് കൂടി ചേർക്കാം. അത് ഏതൊക്കെ മേഖലയിൽ ചേർക്കാൻ പറ്റും? വയോജന മേഖലയിൽ ചേർക്കാൻ കഴിയുമോ? കുട്ടികളുടെ മേഖലയിൽ ചേർക്കാൻ കഴിയുമോ? കാർഷിക മേഖലയിൽ അതിനെ സംബന്ധിച്ച് ഓൺ ഫണ്ടിൽ നിന്നും അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി. 6 കോടി ചെലവഴിച്ച് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അവിടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ആഴം കൂടുതലുള്ള ഏറ്റവും വലിയ തട്ടിപ്പാണ് നടന്നത്. 6 കോടി ചെലവഴിച്ച് ആഴം കൂട്ടി പറയുന്ന സ്ഥലത്ത് വേലിയിറക്കമുള്ള പോയി നോക്കുന്ന ആ ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾ കടന്നു വരുമ്പോൾ വേലിയിറക്ക സമയത്ത് ബോട്ട് തട്ടി നിൽക്കുന്നൊരു സാഹചര്യം. ആ ഒരു സാഹചര്യം വലിയൊരു നഷ്ടമാണ്. ആ വലിയൊരു അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അഴിമതി ആരോപണം, ഭരണസമിതിയെ സംബന്ധിച്ച് അഴിമതി ആരോപണം. ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തുറമുഖം എന്ന് പറയുന്നത് നഗരസഭയുടെ കീഴിലുള്ള ഒരു സാധനമല്ല. അതിന് പണം ചെലവഴിക്കുന്നതും നഗരസഭയല്ല. തുറമുഖ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുണ്ട്. അതിൽ നടക്കുന്ന ഏത് പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പൊന്നാനി നഗരസഭ തുറമുഖത്തിന് വേണ്ടി പണം ഭരിക്കുന്ന പാർട്ടിയുടെ സാഹചര്യമാണ് ഞാൻ ഭരിക്കുന്ന പാർട്ടിയുടെ സാഹചര്യമാണ്. അതെന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഫണ്ട് നമ്മുടെ തൃത്താല MLA അങ്ങോട്ട് വലിച്ചു. യാതൊരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. പൊന്നാനി നഗരസഭയിൽ ഒട്ടേറെ റോഡുകൾ തറന്നെടുക്കുക. ഈ കേരള വിഷൻ എൻ്റെ ഒപ്പം വന്നാൽ പൊന്നാനി നഗരസഭയിലെ റോഡുകൾ ഞാൻ കാട്ടിത്തരാം. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് പോവാം. ബഷീറുണ്ടായിക്കോട്ടെ. ഒരുപാട് റോഡുകൾ, തകർന്ന റോഡുകൾ ഞാൻ കാണിച്ചുതരാം. ആ തകർന്ന റോഡുകളുടെ മുമ്പിൽ ഇവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബോർഡ് വെച്ചിരിക്കുന്നത് വികസനം തുടരുമെന്നാണ്. അത് കാണുന്നവരും അല്പം ചിന്തിക്കാൻ ശേഷിയുള്ളവർ ഇവരെ ട്രോളും. പറയും. പൊന്നാനി നഗരസഭയിൽ ഇക്കഴിഞ്ഞ 5 വർഷക്കാലം പൊതുമരാമത്ത് മേഖലയിലെ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ചത് 44,467,280 രൂപയാണ്. പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്, നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഈ രവിയേട്ടൻ പറയുന്ന രവിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് തകർന്നു നടക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ടാറിങ് കഴിഞ്ഞു മിനിയാന്ന്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇപ്പോൾ പുല്ലോട് തത്താണിയിൽ നിന്ന് തൃക്കാവിലേക്ക് പോകുന്ന നഗരസഭയിലെ ഏറ്റവും വലിയ റോഡ് ടാറിങ് കഴിഞ്ഞു. MLA റോഡ് ടാറിങ് കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ വാ. ഈ നഗരസഭയ്ക്കകത്തുള്ള ഗ്രാമീണ റോഡുകളിൽ 20% കൂടുതൽ എണ്ണം തകർച്ചയിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം. ആ റോഡുകളൊക്കെ തന്നെ ഇപ്പം പണം വെച്ച്, ഇപ്പം തെരഞ്ഞെടുപ്പായതുകൊണ്ട് ചിലപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടക്കാത്ത പ്രശ്നം ഉണ്ടാവും. പക്ഷേ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രാമീണ റോഡുകൾ തകർച്ചയിലല്ല. പിന്നെ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഫണ്ട് തൃത്താലയിൽ കൊണ്ടുപോയി. ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഫണ്ട് ഹാർബർ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് എത്ര കിലോമീറ്റർ വരെ ചെലവഴിക്കാൻ പറ്റും രൂപേട്ടാ? കേന്ദ്ര ഗവൺമെൻറ് ആണല്ലോ ഹാർബറിൻ്റെ ആളുകൾ. ഒന്ന് പറയും, ഞാനൊന്ന് കേൾക്കട്ടെ. ഒരു നടപടിയില്ല. നടപടി നിർമ്മിച്ച റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായ അപാകതയെ സംബന്ധിച്ചാണ് നടപടി. അതല്ലാതെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് നിങ്ങൾ കൊടുത്ത പരാതി വരെ തള്ളി. കാരണം എന്താ? ഇത് ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഫണ്ട് ഹാർബർ നിൽക്കുന്നിടത്ത് ചെയ്യാനുള്ളത് മാത്രമുള്ളതല്ല. ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഫണ്ടിനെ കുറിച്ച് പറയുന്നവരാണ് മലപ്പുറം ജില്ലയിലെ റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് പത്തനംതിട്ട ജില്ലാ കലക്ടറുടെ കാറ് മേടിക്കാൻ കൊണ്ടുപോയ ആൾക്കാരാണ്. എന്നിട്ടാണ് ഇപ്പം എന്ത് പറയുന്നത്? പൊന്നാനി ഹാർബറിൽ നിന്ന് തൃത്താല, പൊന്നാനിയുടെ അഡ്ജസൻ്റ് അസംബ്ലി മണ്ഡലമാണത്. ആ അഡ്ജസൻ്റ് അസംബ്ലി മണ്ഡലത്തിനകത്ത് ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസയാണത്. ഈ നഗരസഭയുടെ ഭരണം സംബന്ധിച്ചുള്ള അവകാശവാദങ്ങൾ ഒരുപാട് ഉന്നയിക്കുമ്പോൾ ഒരുപാട് അതിനെ കോട്ടങ്ങളുണ്ടെന്ന് മറ്റു അതിൻ്റെ UDFൻ്റെ അതുപോലെ NDFൻ്റെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ബഷീർ പറഞ്ഞത് കായകൽപ്പ ചികിത്സയ്ക്ക് നഗരസഭയ്ക്ക് അവാർഡ് കിട്ടിയത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. കോഴിക്കോട് അങ്ങാടിയിലൊരു വൈദ്യരെ ഒരു ബോർഡ് വെച്ചു,
കായകൽപ്പ ചികിത്സ അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഈ കായകൽപ്പ ചികിത്സ പറഞ്ഞാൽ വയസ്സന്മാർ ചെറുപ്പക്കാരുടെ പരിപാടിയാണ്, ചെറുപ്പക്കാരാക്കാനുള്ള പരിപാടിയാണ്. നല്ലൊരു പൈസക്കാരൻ പറഞ്ഞ പൈസ കൊടുത്ത് ചികിത്സ ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യം കണ്ണിൻ്റെ പിരികൻ കൊഴിയും, പിന്നെ താടിരോമങ്ങൾ കൊഴിയും, തലനരയ്ക്കും, പല്ലുകൾ കൊഴിയും, വാർദ്ധക്യം സമ്പൂർണ്ണമായിട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ഭാഗം ചികിത്സ ചെയ്യുന്ന സമയത്ത് ഇത് കഴിച്ച് ചെറുപ്പക്കാരനാവും, ബാല്യക്കാരനാവും, വീണ്ടും കല്യാണം കഴിക്കാൻ സുഖമായിട്ട് കഴിയും. നിങ്ങൾ കേൾക്കണം. അങ്ങനെ പറഞ്ഞു. അവസാനം ആദ്യ ഭാഗം ചികിത്സ കഴിഞ്ഞു. പറഞ്ഞ പോലെ ആയി, പല്ലും കൊഴിഞ്ഞു, കണ്ണും പോയി, കാഴ്ചയും പോയി, മുടിയും കൊഴിഞ്ഞു, ഒക്കെ കൊഴിഞ്ഞു. രണ്ടാം ഭാഗം ചികിത്സയ്ക്ക് ആൾ വന്നില്ല. അത് രണ്ടാം ഭാഗം ചികിത്സ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വൈദ്യർ പഠിച്ചിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ കാലം കഴിഞ്ഞിട്ട് ചികിത്സ. അതേപോലെയാണ് കായകൽപ്പ അവാർഡ്. നിങ്ങളിത് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രിക്ക് പോയി കൂടെ അവിടുത്തെ സ്ഥിതി പോയി കാണും. എങ്ങനെയാണ് അവാർഡ് വാങ്ങുന്നതും കിട്ടുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് അറിയുന്നത് പറയാം. മറ്റൊന്ന് പിന്നൊന്ന് പറഞ്ഞാൽ അതിദാരിദ്ര്യയുടെ കാര്യമാണ്. അതിദാരിദ്ര്യ ഇവരെ സേവിച്ചതിൻ്റെ ഒരു കാര്യം ഞാൻ രേഖാമൂലം നിങ്ങൾ ചാനലുകാരെ കാണിക്കാം. പൊന്നാനി മുനിസിപ്പാലിറ്റി ഭൂമി കൊടുത്തു എന്ന് പറഞ്ഞു. അവരറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആരറിഞ്ഞിട്ടില്ല? കൗൺസിലറും അറിഞ്ഞിട്ടില്ല, ബന്ധപ്പെട്ട ആളുകളും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ നിന്നൊക്കെ ചോദിച്ചപ്പോൾ രേഖ കിട്ടില്ല. ഒരു ദിവസം തിരുവനന്തപുരത്ത് വിളിച്ച് രേഖ കിട്ടി. പൊന്നാനി നഗരസഭാ സെക്രട്ടറിയാണ് 9 പേർക്ക് കൊടുക്കാൻ വേണ്ടി, ഭൂമി കൊടുക്കാൻ വേണ്ടി കത്തയച്ചിരിക്കുന്നത്. 9 പേർക്ക് ഭൂമി കൊടുക്കാൻ പറ്റില്ല. ഒരാൾ സ്ഥലത്തില്ലാത്ത ആളാണ്. അയാൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് സമ്മതപത്രം കൊടുക്കാൻ പറ്റില്ല എന്ന് രേഖാമൂലം ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ കുളത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 8 ആളെ പേര് കൊടുത്തു. തെക്കത്തെ അമ്പലം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ആ 8 പേരിൽ 6 പേര് അഴീക്കൽ, മുക്കാടി, മീൻതെരുവ് തുടങ്ങി താമസിക്കുന്നു. ഒരാൾ എടപ്പാളിലുള്ള ഒരാളും ഒരാൾ കടവനാടുള്ള ഒരാൾ, അങ്ങനെ 8 പേർക്ക് കൊടുത്തു. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ കളക്ടർ 10 പേർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട്. പട്ടയത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ 10 പേർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട്. നഗരസഭയിലെ അതിദാരിദ്ര്യർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യം ഇവരെങ്ങനെയാണ് എടപ്പാൾ കിടക്കുന്ന ഒരു പാർട്ടിക്കാർക്ക് കൊടുത്തത്? എങ്ങനെയാണ് ബന്ധപ്പെട്ട ആളുകൾക്ക്? നല്ലൊരു ചോദ്യമാണ്. മറുപടി പറയൂ. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ പൊന്നാനി നഗരസഭയുടെ വൈസ് ചെയർമാനൊക്കെ ആയിരുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ വിചാരം കായകൽപ്പ ചികിത്സയ്ക്കാണ് ഈ അവാർഡ് എന്നാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ അവാർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തികൾ നന്നായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ച അവാർഡിൻ്റെ പേരാണ് കായകൽപ്പം. അല്ലാതെ കായകൽപ്പ ചികിത്സ നടത്തുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അവാർഡല്ല ഇത്. കായകൽപ്പ ചികിത്സയ്ക്കുള്ള അവാർഡ് എന്ന് അദ്ദേഹം പറഞ്ഞത്. കായകൽപ്പം അവാർഡ് അങ്ങനെയാണെങ്കിൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിനാണല്ലോ ഇത്തവണ. ആദ്യം കായകൽപ്പം പറയട്ടെ. ആദ്യം അദ്ദേഹം ഉദ്ദേശിച്ചത് കായകൽപ്പമാണ്. ഞാൻ അതേക്കുറിച്ച് പറയാം. ഈ കായകൽപ്പം പദ്ധതിക്കകത്ത് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് അവാർഡ് എങ്ങനെ കിട്ടുന്നു? വട്ടംകുളം ഗ്രാമപഞ്ചായത്തിനാണല്ലോ ഇത്തവണ ജില്ലയിൽ ആർദ്രം പദ്ധതിയിലെ 2ാം സ്ഥാനത്തിന്റെ അവാർഡ്. ആ അവാർഡ് എങ്ങനെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന് കിട്ടിയത്? മുസ്ലിം ലീഗും കോൺഗ്രസും ഭരിക്കുന്നത്. അതങ്ങനെയല്ല. അതൊക്കെ ഇവർക്കൊരു തോന്നലാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് അതിദാരിദ്ര്യ വിമുക്തത്തിനുള്ള പട്ടികയിലുള്ള ആളുകൾക്കാണ് അത്ര ഈ പട്ടയം കൊടുത്തതെന്നാണ്. പട്ടയം അവിടെ കിടക്കുന്നു, അതിദാരിദ്ര്യം അവിടെ കിടക്കുന്നു. ഈ അതിദാരിദ്ര്യ വിമുക്ത മേഖലയിലുള്ള ആളുകൾക്ക് 2 സ്ഥലം നഗരസഭ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതിൽ ഒരെണ്ണം ഈ കറുകത്തിരുത്തി വളവിൽ 23 സെന്റ് സ്ഥലം നഗരസഭയുടേതായിട്ട്. അല്ല, നിങ്ങളത് പറഞ്ഞോളൂ, ഞാൻ പറയാം. ആ സ്ഥലത്ത് അവർക്ക് പട്ടയം കൊടുക്കണമെന്നുള്ളായിരുന്നു നഗരസഭയുടെ ആവശ്യം. അപ്പോൾ ഇപ്പം അദ്ദേഹം പറഞ്ഞ ഒരാൾ എടപ്പാൾക്കാരനാണ്, അദ്ദേഹം പൊന്നാനിക്കാരനാണ്, എടപ്പാളിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. പൊന്നാനിയിൽ നിന്ന് പോയി എടപ്പാളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എത്ര ഇടുങ്ങിയ മനസ്സും ചിന്താഗതി കൊണ്ടായിരിക്കും? നിങ്ങൾ കേട്ടോളൂ. ശ്രീമതി ഷാജിദ, വൈഫ് ഓഫ് മുസ്തഫ, കുഞ്ഞുമരക്കാർ, കുട്ടിമാനത്ത്, മീൻതെരുവ്, പൊന്നാനി നഗരം. പട്ടയ നമ്പർ DCMPM 7809/2023 C1. ശ്രീമതി ഹൈറു പി, പൂളക്കൽ ഹൗസ്, അഴീക്കൽ, പൊന്നാനി നഗരം. ശ്രീമതി ഫാത്തിമ, വൈഫ് ഓഫ് മുഹമ്മദ്, പറമ്പിൽ ഹൗസ്, മുക്കാടി. ശ്രീമതി ഖൈറു നിസ, ചന്തക്കാരൻ്റെ മരക്കടവ്, പൊന്നാനി. നിൽക്കട്ടെ, പൊന്നാനി. ശ്രീമതി സുബൈദ സിദ്ദിഖ്, മൊയ്നാത്ത്, പൊന്നാനി. ശ്രീമതി സൗദ, ശ്രീ ദിലീപ്, വെട്ടേക്കാട്ട്, പെരുമ്പറമ്പ് എടപ്പാൾ. ശ്രീമതി സുബൈദ റസംഗതി, ചാണ റോഡ്, വലിയോളപ്പ്. ശ്രീമതി ഷാബിറ, കുഞ്ഞിരായൻ, കുട്ടിമാന, പാണ്ടിത്തറ, പൊന്നാനി സൗത്ത്. 8 പേരെ കൊടുത്തു. പിന്നെ 10 പേർക്ക് നിങ്ങളൊരു പട്ടയം കൊടുത്തു. മുനിസിപ്പാലിറ്റി 8 പേർക്ക്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പ്രിയ സുഹൃത്ത് ബഷീർക്ക കുറേ കാര്യങ്ങൾ അവകാശപ്പെടുകയുണ്ടായി. ഈ കഴിഞ്ഞ 10 വർഷക്കാലം, ഒന്നാമത്തെ ചോദ്യം ചോദിക്കാനുള്ള, ഈ കഴിഞ്ഞ 10 വർഷക്കാലം നഗരസഭയുടെ ഇനീഷ്യേറ്റീവായിട്ട് മുൻകാല പദ്ധതികൾ, അതായത് 2010 മുതൽ 15 വരെ നടന്ന പദ്ധതികൾ കൂടാതെ, ആ പദ്ധതികളുടെ തുടർച്ചയല്ലാതെ നിങ്ങൾ നേരിട്ട് നടപ്പിലാക്കിയ, നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് നേരിട്ട് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ചൊന്ന് പറയണം. പൊന്നാനിക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 2010-15 കാലഘട്ടത്തിലാണ് പൊന്നാനിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല വികസനം നടന്ന ഒരു കാലഘട്ടമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. നിങ്ങൾ കാണുന്ന പൊന്നാനി നഗരസഭയിലെ ഡയാലിസിസ് സെൻറ്റർ ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത്
അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതേപോലെ തന്നെ ബഡ്സ് സ്കൂൾ, അതേപോലെ തന്നെ താലൂക്ക് ആശുപത്രിയിലുള്ള 400ഓളം രോഗികളെ ഇന്ന് പരിശോധിച്ച് അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുത്ത് മുന്നോട്ട് പോകുന്ന നിങ്ങൾ അത്തരം പദ്ധതി, കടവനാട് ഹൈഡ്രോളിക് പാലം, തയ്യങ്ങാട് സ്കൂൾ, ഈ നേരത്തെ പ്രിയപ്പെട്ട ബഷീർക്ക പറഞ്ഞു, ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ, MSTP പദ്ധതിയെ പറഞ്ഞു. ആ പദ്ധതി പൊന്നാനിക്ക് സമ്മാനിച്ചത് പടിഞ്ഞാറക്കത്ത് ബീവിയുടെ കാലഘട്ടത്തിലാണ്. തുടർന്ന് ബഷീർക്കയുടെ നേതൃത്വത്തിൽ ചിലപ്പോൾ ആ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ ആ പദ്ധതികളൊക്കെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന ചില പദ്ധതികൾ നമുക്ക് എടുക്കാം. പൊന്നാനി ബസ് സ്റ്റാൻഡ്, ഒരു മിനിറ്റ്, അതായത് വിഷയം പറയാം. പൊന്നാനി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ പൊന്നാനിക്ക് നൽകുമെന്ന് പറഞ്ഞിട്ട് 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് വെച്ചു എന്ന് പറഞ്ഞ് നിരന്തരം തിരഞ്ഞെടുപ്പുകളിൽ അത് ഫ്ലെക്സാക്കി വെക്കുകയല്ലാതെ ഇന്നും പൊന്നാനിയിൽ നല്ലൊരു ബസ് സ്റ്റാൻഡ് ഇല്ല. ആളുകൾ വെയിൽ കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കം ടു ദ പോയിന്റ്. അതേപോലെ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചതിനെ കുറിച്ച് 18 ലക്ഷം രൂപയാണ് വെറും 600 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കിയ ടേക്ക് എ ബ്രേക്കിന് നിങ്ങൾ അഴിമതി നടത്തിയിട്ടുള്ളത്. അത് ഇന്ന് കുണ്ടുകടവ് ജംഗ്ഷനിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും, അടച്ചിട്ടിരിക്കുകയാണ്. ഒരാൾക്ക് സത്യത്തിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതിയിൽ വലിയ അഴിമതി, 20 ദിവസം കുടിവെള്ളം കൊടുത്തതിന് 10 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് എഴുതി വാങ്ങാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അഴിമതി പ്രവർത്തനങ്ങൾ. മറ്റൊരു കാര്യം കൂടി തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് മുസ്തഫയോട് പറഞ്ഞു. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ പൊന്നാനി നഗരസഭത്ത് ഹിലർപള്ളി പോലുള്ള തീരദേശ മേഖലയിലെ റോഡുകൾ മൊത്തം തകർന്നടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതെ, ഹിലർപള്ളിയുടെ അവിടെ റോഡ് തകർന്നിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞു കടൽ ഭിത്തിയെ കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുടെ നേതൃത്വത്തിലുള്ള സമിതി മുഖ്യമന്ത്രിയുടെ പ്രത്യേക യോഗം വിളിച്ച് പൊന്നാനിയിൽ സമ്പൂർണ്ണ കടൽ ഭിത്തി നിർമ്മിക്കും. എവിടെ പൊന്നാനിയിൽ സമ്പൂർണ്ണ കടൽ ഭിത്തി? അതിന് നിങ്ങൾ ഉത്തരം പറയണം. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ട് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു മറുപടി പെട്ടെന്ന്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവരിങ്ങനെ നിരന്തരം പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ പറയുന്നത് വെച്ചാൽ ഏത് പദ്ധതിയാണുള്ളത് എന്നുള്ളതാണ്. ഇപ്പം പറഞ്ഞു MSDP പദ്ധതി തുടങ്ങിയത് ഞങ്ങളുടെ കാലത്താണ്. നിങ്ങൾ എത്ര സ്കൂളുണ്ടാക്കി? നിങ്ങളുടെ കാലത്താണ്. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. ഒരു വാദത്തിന് കാലത്തുള്ള പദ്ധതികളുടെ തുടർച്ച എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സ്കൂളിൽ 2 ക്ലാസ് മുറി. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ നാട്ടിലെ വികസനം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം 1-ാം തീയതി തുടങ്ങി 30-ാം തീയതി അവസാനിക്കുന്ന വികസന പദ്ധതികൾ ഈ നാടിന്റെ തുടർച്ചയാണ്. അപ്പോൾ വികസന പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് കാഴ്ചപ്പാടില്ല. നിങ്ങളുടെ ഭരണത്തിൽ ഇവിടെ 6 സ്കൂളുകൾ വാടക കെട്ടിടത്തിലായി 100 കൊല്ലമായിട്ട്. ഏതെങ്കിലും സ്കൂളിന് 5 സെന്റ് സ്ഥലം നിങ്ങൾ വാങ്ങിച്ചോ? തെയ്യങ്ങാട് സ്കൂളിന് നിങ്ങൾ സ്ഥലം വാങ്ങിച്ചില്ല. അതെ, അതിനുശേഷം വന്നിട്ട് ഞങ്ങൾ 32 സെന്റ് സ്ഥലം വാങ്ങിച്ചു. തെറ്റിദ്ധരിപ്പിക്കില്ല. ആ ഉടമസ്ഥൻ സ്ഥലം മാടിയേക്കൽ ഇബ്രാഹിം മാസ്റ്റർ കയ്യിൽ നിന്ന് 25 സെന്റ് സ്ഥലം പ്ലാൻ ഫണ്ട് വെച്ച് വാങ്ങിയത് ഞങ്ങളാണ്. ഞാനാണ് വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ വിദ്യാഭ്യാസത്തിന്. ഞാൻ തിരുവനന്തപുരത്ത് പോയി മീരാ പാണ്ഡ്യനെ കൊണ്ട് പ്രത്യേക ഓർഡർ എടുപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഉത്തരവുണ്ടായത്. നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കടവനാട് സ്കൂൾ ചർച്ച നടത്തിയത് ഞാനും കൂടിയാണ് സുധാകരനെ വിളിച്ചിട്ട്. നിങ്ങൾ തുടർച്ചയാണ് ചെയ്തത്. ഞങ്ങൾ തുടങ്ങി വെച്ച കാര്യം 25 സെന്റ് ആദ്യം വാങ്ങി. ഞങ്ങളാണ് കടവനാട് പാലം, പുതുമനാനി പാലം ഉണ്ടാക്കിയത്. ഞങ്ങളാണ് ഡയാലിസിസ് സെന്റർ തുടങ്ങിയത്. ഞങ്ങളാണ് മുനിസിപ്പൽ കെട്ടിടം പണി പൂർത്തീകരിച്ചത്. നിങ്ങളവിടെ പോയി നോക്കൂ. ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ സുഹൃത്ത് മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന ഭാഗവും അതിനുശേഷം LDFിൻ്റെ കൗൺസിലറായിരുന്ന ഒരു പ്രദേശവുമായ 6-ാം വാർഡ്, ഇന്നത് 8-ാം വാർഡാണ്. അതായത് 5 കണ്ണിപ്പാലവും അതേപോലെ തന്നെ നമ്മുടെ ഹൗസിംഗ് കോളനിയും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇത് ഇന്നൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു സംഗതി അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും പേപ്പറുകൾ എടുത്തിവിടെ വന്നത്. കാരണം കഴിഞ്ഞ 2014 അവിടെ ഒരു മഴ പെയ്തു. പ്രളയം എന്ന് അതിന് പറയാൻ കഴിയില്ല. അദ്ദേഹം കൗൺസിലറായിരുന്ന ഒരു ഭാഗമായിരുന്നു. ആ ഭാഗത്ത് ഏകദേശം ഒരു വീടിൻ്റെ അപ്സ്റ്റെയറിനടുത്ത് വെള്ളം കയറിയതാണ് ഈ കാണുന്നത് മുഴുവൻ. ഈ കാണുന്നത് മുഴുവൻ അപ്സ്റ്റെയറിനടുത്ത് വെള്ളം കയറിയതാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് UDFിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ കൂടി ഒരു പരാതി കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി നഗരസഭയുടെ വൈസ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് തടഞ്ഞു കിടക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ സദനം സന്ദർശിച്ചപ്പോൾ
ഇന്ന് ആ 8ാം വാർഡിൽ മത്സരിക്കുന്ന അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ പദ്ധതിക്ക് തടസ്സം നിന്നു. അന്ന് അദ്ദേഹം കൗൺസിലറാണ്, LDF കൗൺസിലറാണ് ഇദ്ദേഹം. അതുകൊണ്ട് എന്തുകൊണ്ട് ആ പദ്ധതി നിങ്ങൾ നടപ്പിലാക്കുന്നില്ല? ആ വെള്ളക്കെട്ടിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അതിനൊരു മറുപടി പറയും. അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് പൊന്നാനിയിലെ 73 മേഖലയിൽ പ്രത്യേകിച്ച് അതിരൂക്ഷമായ അതിന് പൊന്നാനി നഗരസഭ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് ചെയ്തു അതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടല്ല. പൊന്നാനി നഗരസഭയിലെ കുട്ടാട് അതുപോലെ തന്നെ 6ാം വാർഡ് ഉൾപ്പെടുന്ന മേഖല ഈ നഗരസഭയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. ഹൗസിംഗ് കോളനിയിലാണ് ഇവർ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് നിൽക്കുന്ന പ്രദേശം. ആ പ്രദേശത്തുനിന്ന് പണ്ട് ഗേൾസ് ഹൈസ്കൂളിലേക്ക് പോകാൻ കുട്ടികൾ അവരുടെ ഡ്രസ്സ് പൊക്കി പിടിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവിടെ റോഡ് ഉയർത്തി നിർമ്മിച്ചു, പുതിയ കാന ഉണ്ടാക്കി. ഇപ്പം മഴ പെയ്താൽ ഇദ്ദേഹം പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് വെള്ളം കണ്ടു എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, വികസനത്തിൻ്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ നല്ലൊരു മാർക്കറ്റില്ല. ചമ്പ്രോട്ട ജംഗ്ഷനിൽ മീൻകാർ നേരെ വിൽക്കും, ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ടും. എത്ര ഡേഞ്ചറാണ് സംഗതി. ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഈ പുരോഗമനം പറയുന്നല്ലാതെ എന്തുകൊണ്ട് അത് നിർമ്മിക്കുന്നില്ല? രണ്ടാമത്, നമ്മൾ ഈശ്വരമംഗലത്തിലെ ശ്മശാനം ശോചനീയാവസ്ഥ പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പോഴും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത്രയും ജനങ്ങളെ അവിടെ കൊണ്ട് നമ്മൾ ശവം സംസ്കരിക്കേണ്ട സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ആധുനിക സൗകര്യം പോലും അവിടെ ഇല്ല. അതിനൊരു മറുപടി പറയൂ. തീർച്ചയായും. അപ്പോൾ ആദ്യം പറയേണ്ടത് മത്സ്യ മാർക്കറ്റാണ്. പൊന്നാനി നഗരസഭയിൽ മത്സ്യ മാർക്കറ്റ് ഇല്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എനിക്ക് മനസ്സിലായി. വഴിയോര മത്സ്യ വിൽപ്പന നടത്തുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പൊന്നാനി നഗരസഭ ഞാൻ പറയൂ. പറയൂ. അല്ല പറയട്ടെ, ചോദ്യം മനസ്സിലായി. പൊന്നാനി നഗരസഭയ്ക്ക് നിലവിൽ ഒരു മത്സ്യ മാർക്കറ്റ് ഉണ്ട്. ആ മത്സ്യ മാർക്കറ്റിന് ചോദ്യം മനസ്സിലായിട്ടുണ്ട്. മാർക്കറ്റ് ഉണ്ട്, പക്ഷെ അത് അന്ന് ഒരു മാർക്കറ്റിനുള്ളൂ. അത് മാത്രം മതിയോ നമ്മളെ മുനിസിപ്പാലിറ്റിൻ്റെ ഉള്ളിൽ? അതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പൊന്നാനി പോലെ ഒരു വലിയ സ്ഥലത്ത് നമുക്ക് കൂടുതൽ മത്സ്യ മാർക്കറ്റുകൾ വേണം. 2.25 കോടി രൂപയുടെ ഒരു കിഫ്ബി പദ്ധതി പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് പ്രദേശത്ത് ചോമ്പാൽ കടപ്പുറത്തെ ഹാർബറിൽ ഉണ്ടാക്കിയതുപോലുള്ള ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി പോവാണ്. അത് വന്നാൽ ഹൗറാപ്പാലം അടുത്ത മാസം നിങ്ങൾ വാർത്തയിൽ കേൾക്കും. നിങ്ങൾക്ക് ഇതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പൊന്നാനിയിൽ ഒരു വികസനത്തിൽ നിങ്ങൾക്ക് സ്റ്റേക്ക് ഇല്ല. നിലവിലുണ്ടോ എന്നുള്ള ഈ 10 വർഷത്തിന് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വർഷത്തിനകത്ത് പുതിയ മത്സ്യ മാർക്കറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ പുതിയ മത്സ്യ മാർക്കറ്റിന് ആവശ്യമായ സ്വീകരിച്ചു. പൊതുശ്മശാനത്തിന്റെ കാര്യത്തിലുള്ള ഉത്തരം പറയൂ. പൊതുശ്മശാനത്തിന്റെ കാര്യം പറയുമ്പോൾ സുഭാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ചന്തപ്പടിയിലെ ശ്മശാന നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിന് അവിടെ വന്നപ്പോൾ അന്ന് ഇവർ ഉയർത്തിയൊരു വാദം ഉണ്ട്. എന്താ അറിയൂ? ഇനി അതാ കോട്ടത്തറയിലെ ശ്മശാനം ഇതാക്കാൻ വേണ്ടി പോവാണ്. എന്താക്കാൻ? കോട്ടത്തറ ശ്മശാനത്തിന് 6.5 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. 6.5 കോടി രൂപ. അത് അല്ല നടക്കാൻ പോകുന്നുള്ളത്. നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, നടക്കാൻ പോകുന്നേ ഉള്ളൂ. നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ദേശീയപാത 10 കൊല്ലം മുമ്പ് ചോദിച്ച പോലെ പറയാൻ പറ്റുമോ? ഇപ്പൊ ദേശീയപാത യാഥാർത്ഥ്യമായില്ലേ? സമയബന്ധിതമായി നടപ്പിലാക്കും, ഒരു തർക്കവും വേണ്ട. അന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടില്ല. അതന്നെ പറഞ്ഞത്. 6.5 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയുടെ കീഴിലാണത്. അത് നടക്കും, ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒന്ന്, ഈ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിന് മുൻപ് നടത്തിയിട്ടുള്ള UDFൻ്റെ ഭരണസമിതിയും തമ്മിലൊരു താരതമ്യമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും ആയി ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ UDFൻ്റെ കുറേ ആളുകൾ പറഞ്ഞു ഞങ്ങൾ സ്കൂളിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഞങ്ങളുടെ കാലത്ത് തുടങ്ങി വെച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചർച്ചകൾ ഇവിടെ വന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അടുത്ത കാലത്ത് ഇവിടെ ബഷീർക്ക് സൂചിപ്പിച്ച പോലെ തന്നെ ഈ അടുത്ത കാലഘട്ടത്തിലാണ് പൊന്നാനിക്കകത്തെ ഏറ്റവും മികച്ച സ്കൂളുകളായിട്ട് ഈ ജില്ലയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ സ്കൂളുകൾ മാറുന്ന സാഹചര്യം ഉണ്ടായത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ ഗവൺമെൻറ് ചെറുവായ്ക്കര UP സ്കൂൾ ഉൾപ്പെടെയുള്ള UP സ്കൂളുകൾ. നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു, അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. ഈ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ആ ചെങ്ങയുടെ പേരാണ് ആദ്യം ഓർമ്മ വരിക. വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഘട്ടത്തിലാണ് ഈ സ്കൂൾ തുറന്ന് പാഠപുസ്തകങ്ങൾ ഓണപരീക്ഷ എത്തിയാൽ പോലും പാഠപുസ്തകങ്ങളില്ലാത്തൊരു സാഹചര്യം കേരളത്തിനകത്തുണ്ടായിരുന്നു. വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ തന്നെ അന്ന് നിരവധിയായ പ്രതിഷേധങ്ങളിലായിരുന്നു. ആ കാലത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ, ഇങ്ങനെ ഓണസമയത്ത് പോലും പാഠപുസ്തകങ്ങൾ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ അപ്പ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു.
എന്താണ് ഓണം നേരത്തെ വന്നതുകൊണ്ടാണെന്നുള്ളത്. ആ നിലയിലുള്ള സ്കൂളുകളിൽ നിന്ന് ഹൈടെക് കെട്ടിടങ്ങളായിട്ട് മാറ്റുകയാണ്. ഇവിടെ ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചു, എന്ത് ഇവിടെ ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധികൾ ചോദിച്ചു, അതുപോലെ തന്നെ BJP പ്രതിനിധികളൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവിടെ തനതായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നഗരസഭയ്ക്ക് എന്ത് പദ്ധതിയാണെന്നുള്ളത്. ഒറ്റ ഉത്തരം ഞാൻ അതിനകത്ത് പറയാം. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഫുഡ് മോർണിംഗ് എന്ന് പറയുന്ന പദ്ധതി ഈ നടപ്പിലാക്കിയത് ഈ പൊന്നാനി നഗരസഭയല്ലേ? ഇവിടെ ഷീപാഡ് പദ്ധതി നടപ്പിലാക്കിയത് പൊന്നാനി നഗരസഭയല്ലേ? ഈ ബഷീർ നിൽക്കുന്ന സമയത്ത് ബഷീർ നിൽക്കുന്ന സമയത്ത് UDF മറ്റൊരു കാര്യം ഹാപ്പിനെസ് സെന്റർ, ഞാൻ പറയട്ടെ, ഹാപ്പിനെസ് സെന്റർ എന്നുള്ളത് ഈ കേരളത്തിൽ തന്നെ ഒരു നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഹാപ്പിനെസ് സെന്റർ. ഈ ഹാപ്പിനെസ് സെന്റർ നടപ്പിലാക്കിയത് പൊന്നാനി നഗരസഭയല്ലേ? ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ കേരളത്തിൽ ആദ്യം നടപ്പിലാക്കിയത് പൊന്നാനി നഗരസഭയല്ലേ? അതല്ല, ഒരു ഒറ്റ കാര്യം ഇവിടെ BJP പ്രതിനിധിയോട് പറയട്ടെ UDF പ്രതിനിധികൾ ചോദിച്ചല്ലോ, നിങ്ങൾ ഈ പറയുന്ന നിലയിലേക്ക് ഇങ്ങനെ കാർഡടിച്ച് വെടിവെക്കുക എന്നുള്ള പരിപാടി ഉണ്ട്. പദ്ധതി ഏതാണ്, ഫണ്ട് ഏതാണെന്ന് ഇതുപോലെ തിരിച്ചറിയ രീതിയിലാണ് ഇവർ കാർഡടിച്ച്. പിന്നെ ഇവിടെ ഒരു ഒറ്റക്കാരും പറയട്ടെ, ഇവിടെ BJP പ്രതിനിധി ഒറ്റക്കാരും വരാനുണ്ട്. ബഷീർക്ക് അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ UDF-ന്റെയും BJP-യുടെ പ്രതിനിധികൾക്ക് ഇവിടെ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നു? അവരൊക്കെ ഇങ്ങനെ പ്രതിഷേധിക്കുന്നുണ്ട്. നമുക്കും പറഞ്ഞൂടെ? പറഞ്ഞു പെട്ടെന്ന് നിർത്തണം, പരിപാടി നിർത്തും. ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി, ഭാരതപ്പുഴയോരത്തെ ചമ്രവട്ടം, ഈശ്വരമംഗലം, കുട്ടാട് മേഖലയിലത്തെ വിഷയം, ഇവിടെ കുമ്പളത്തുപടി പോലത്തെ ചാണ റോഡ് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് പറയണ്ടായി. അവിടെ ആ പ്രദേശത്ത് എന്താണ് ബഷീർ ഖാന്റെ വികസനം അവിടെ കൊണ്ടുവന്നുള്ളത് ഒന്ന് പറയേണ്ടതുണ്ട്. അത് നേരത്തെ നമ്മളത് സംസാരിച്ച ഒരു കാര്യം. രണ്ടാമത്, ദേശീയപാത 66 പ്രവൃത്തി പൂർത്തീകരിച്ചു വന്നപ്പോൾ പൊന്നാനി രണ്ടായി പിളർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ കൃത്യമായിട്ട് ആസൂത്രണങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കാതെയാണ് അത് ആ തരത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ്. മാത്രമല്ല, പ്രിയങ്കരനായ MP വിളിച്ച യോഗത്തിൽ ഇവർക്ക് സമയമില്ല, രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. MP വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ആകെ ഒരു യോഗത്തിലാണ് ഇവർ പങ്കെടുത്തത്. മാത്രമല്ല, കൃത്യമായിട്ടൊരു ആസൂത്രണം ഇല്ലാതെ രണ്ടായി പൊന്നാനി പിളർന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് മറുപടി, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം മുഹമ്മദ് കുഞ്ഞി മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലത്ത്, അന്ന് മുഹമ്മദ് കുഞ്ഞിയും ശ്രീരാമകൃഷ്ണൻ MLA, അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ, ഇവരുടെ കയ്യിലായിരുന്നു ഇതിൻ്റെ രേഖകളൊക്കെ. ഇതൊന്നും പ്രാദേശിക BJP നേതൃത്വത്തിനല്ല ആര് കൊടുക്കുക, നാഷണൽ ഗവൺമെൻറ് കൊടുക്കുക. ഇവരായിരുന്നു ജനപ്രതിനിധികൾ. ഇവർക്കാണത് കിട്ടിയത്. എവിടെ എന്തൊക്കെ വേണം, എത്ര അടിപ്പാത വേണം, എത്ര പാസിംഗ് ഇത് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. വലിയ പാസ് അല്ലെങ്കിൽ ചെറിയ പാസെങ്കിലും, ചെറിയ അണ്ടർ പാസെങ്കിലും അന്ന് ചോദിച്ചാൽ 78 വില്ലേജ് ഓഫീസ് മാതിരിയുള്ള സ്ഥലങ്ങൾക്ക് തീർച്ചയായും കിട്ടുമായിരുന്നു. പക്ഷെ അതിനൊരു ശ്രമം നടന്നില്ല. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞു, വെള്ളക്കെട്ടിന് ആസൂത്രണമായി ഒന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ബഷീറിൻ്റെ വാർഡിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പോയി. ബഷീറിനറിയാം, ആ വീട്ടിലല്ലായിരുന്നു ആ മൃതശരീരം വെച്ചത്, കുറെ അപ്പുറത്താ, കാരണം വെള്ളമാണ്. രണ്ട് വിഷയങ്ങളാണ്, വെള്ളക്കെട്ടിൻ്റെയും പിന്നെ ഈ ദേശീയപാതയുടെ അണ്ടർപാസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും. BJP പ്രതിനിധി പറയുമ്പോൾ കോൺഗ്രസിൻ്റെ പഴയ വൈസ് ചെയർമാൻ കയ്യടിക്കുകയാണ്. അതിൽ ET മുഹമ്മദ് ബഷീറിനും കൂടെ പറഞ്ഞപ്പോൾ പിന്നെ കയ്യടി നിന്നു. പഴയ ഓർമ്മയിലാണ്. പണ്ട് രണ്ടുപേരും ഒരുമിച്ചാണല്ലോ പൊന്നാനി നഗരസഭയിൽ ഭരിച്ചിരുന്നത്. ചിലപ്പോൾ വീണ്ടും അത് വരുമായിരിക്കും, വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാനതിന് രാഷ്ട്രീയമായി ഒന്നും പറയുന്നില്ല. ആ അഭിനന്ദനമൊക്കെ നല്ലതാണ്, അഭിനന്ദനങ്ങൾ നല്ലതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം? പൊന്നാനി നഗരസഭ. ഞാനിപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ ഫുട് ഓവർ ബ്രിഡ്ജുകളെ കുറിച്ചാണല്ലോ ചർച്ച. ഈ ഫുട് ഓവർ ബ്രിഡ്ജുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. പറയാം. നവംബർ മാസം 1-ാം തീയതി 2025 ടു ചെയർമാൻ പൊന്നാനി മുനിസിപ്പാലിറ്റി മലപ്പുറം. ആരാഴ്ചയാണെന്നറിയൂ? ദേശീയപാത അതോറിറ്റിയുടെ കേന്ദ്ര ഗവൺമെൻറ് അയച്ചൊരു കത്ത് മുസ്തഫാൻ്റെ വാട്സപ്പിലേക്ക് ഞാനിപ്പോൾ അങ്ങ് അയച്ചു തരാം. എന്താ പറഞ്ഞതെന്നറിയൂ? 6 ലൈനിങ് ഫ്രം വളാഞ്ചേരി കാപ്പിരിക്കാട് സെക്ഷൻ ഓഫ് NH66 ഹൈബ്രിഡ് ആന്വിറ്റി മോഡ് അണ്ടർ ബ്രഹ്മപുത്ര യോജന റിക്വസ്റ്റ് ദ റെസൊല്യൂഷൻ ഓഫ് പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു കത്തിനൊരു മറുപടി തന്നു. അതിനകത്ത് അത് 2025 കത്താണ്. ഞങ്ങൾ പറയുന്നത് മുഹമ്മദ് കുഞ്ഞി 15/20 അതല്ല 15/20 ഇങ്ങനെ ഒരു പദ്ധതി വരുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്ത് പറഞ്ഞില്ല. അത് തെറ്റിദ്ധരിക്കുന്ന രീതിയിലാവും പോകരുത്, അതുകൊണ്ടാണ് പറയുന്നത്.
പറയാം. ദേശീയപാതയുടെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് MP നഗരസഭയെ അറിയിച്ച ഒരൊറ്റ യോഗമാണ് ഉണ്ടായത്. അത് കോട്ടയ്ക്കലാണ്. അതിനകത്ത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ആ യോഗത്തിൽ തീരുമാനിച്ചത് നഗരസഭ ഒഴിച്ചുള്ള കോട്ടയ്ക്കൽ അതുപോലെ മറ്റു പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളെ സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തു. അത് കഴിഞ്ഞ് നഗരസഭാ പരിധിയിലുള്ള സംഗതികൾക്ക് വേണ്ടി പ്രത്യേക യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചു. ആ യോഗത്തെ സംബന്ധിച്ച് പിന്നീട് ഒരു അറിയിപ്പേ ഉണ്ടായില്ല ഈ ടി മുഹമ്മദ് ബഷീറിൻ്റെ കാലത്ത്. എന്നിട്ട് ഇക്കഴിഞ്ഞ നഗരസഭാ ബജറ്റിൽ നഗരസഭാ ഭരണസമിതി തെയ്യങ്ങാടും അതുപോലെ തന്നെ MI എഡ്യൂക്കേഷൻ സിറ്റിയുടെ ഭാഗത്തും കണ്ടകുറുമ്പക്കാവ് അമ്പലത്തിൻ്റെ ഭാഗത്തും അങ്ങനെ 3 സ്ഥലത്ത് ഞങ്ങൾ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതേ സംബന്ധിച്ച് ഞങ്ങൾ കത്തുകൾ അയച്ചു. ആ കത്തിന് വന്ന മറുപടിയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് ദേശീയപാതയുടെ അലൈൻമെന്റ് തീരുമാനിക്കാനുള്ള അധികാരം അലൈൻമെന്റിന്റെ ഭാഗമാണിത്. പ്രോജക്ട് ഓഫീസറോട് നിങ്ങൾ ചോദിക്കൂ. ദേശീയപാതയുടെ ഞാൻ ചോദിക്കട്ടെ, പള്ളപ്പുറം പാലത്തിന്റെ അലൈൻമെന്റുമായി ബന്ധമില്ലതിന് അണ്ടർപാസ് നിർമ്മിക്കാൻ നിർമ്മിക്കാൻ ആദരണീയനായ ഈ ശ്രീധരനെ കൂട്ടിയിട്ട് പള്ളപ്പുറത്ത് അണ്ടർപാസ് നിർമ്മിക്കാൻ പോയിട്ട് കേന്ദ്ര ഉപരിതല ഗഡ്കരിയെ കണ്ടിട്ട് തിരിച്ചു വന്ന് പത്രസമ്മേളനം നടത്തി. ഞങ്ങള് പള്ളപ്പുറത്ത് അണ്ടർപാസ് ഉണ്ടാക്കുന്നത് എവിടെ അണ്ടർപാസ് എന്തില്ലാതെ പോയത് കഴിയില്ല. കാരണം എന്താ? നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റി അതിന്റെ ഈ പ്ലാനും പദ്ധതിയും കൃത്യമായി തീരുമാനിച്ചാണ്. ഇനി നിങ്ങൾക്ക് ആകാശപാതകളെ കുറിച്ച് സംസാരിക്കാം, കഴിയൂ. അത് പഞ്ചായത്ത് തലത്തിൽ അങ്ങനെ വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ? വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ഇവർ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ചില പ്രദേശത്ത് വെള്ളക്കെട്ടുകളുണ്ട്. ആ വെള്ളക്കെട്ടുകൾ തുടർച്ചയായി മഴ പെയ്താൽ ഈ നാട്ടിൽ പല സ്ഥലത്തും വെള്ളം നിൽക്കുന്നുണ്ട്. പക്ഷെ ആ നാട്ടിലെ ജനങ്ങൾക്ക് അതേ സംബന്ധിച്ച് വലിയ പരാതികളില്ല. ആ സ്ഥലത്ത് കോൺഗ്രസ്സുകാർ കലക്ടർക്ക് പരാതി കൊടുത്തു എന്ന് കരുതിയിട്ട് അവിടെ അങ്ങനെ അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട ബഷീർക്ക് പറഞ്ഞ്, അതായത് BJPയും കോൺഗ്രസും ഒക്കെ അലയൻസ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞ 5 വർഷക്കാലം എടുക്കാം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ശിവദാസ് ആറ്റുപുറത്തിൻ്റെ നഗരസഭാ ഭരണസമിതിക്കെതിരെ, അവരുടെ പോരായ്മകൾക്കെതിരെ, നിങ്ങളിവിടെ ഉന്നയിച്ച കാര്യങ്ങൾക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള സമരങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്? നഗരസഭാ കൗൺസിലിൽ നിന്ന് എത്ര തവണ നിങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, വിയോജനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്? ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കണം അഭ്യർത്ഥിക്കും. നഗരസഭാ യോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല. 36 തവണ UDF ഇറങ്ങിപ്പോയിട്ടുണ്ട്, 4 തവണ BJP ഇറങ്ങിപ്പോയിട്ടുണ്ട്. അല്ല, ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യം പറഞ്ഞതാണ്. ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ബഷീർ പറഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ നഗരസഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും പ്രതിഷേധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സഖ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആരപ്പം നിങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്? ഈ വാളയാർ ചുരം കണ്ട് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ബേസിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും, ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും ഒന്നിച്ച് നിന്ന് മത്സരിച്ച മുന്നണി ഞങ്ങളോട് ചോദ്യം ചോദിക്കുക, നിങ്ങൾ ഈ ഇതിനെതിരെ എന്ത് നടത്തിയിരുന്നത്? ഏത് പൊന്നാനി അത് ഞങ്ങളുടെ രാഷ്ട്രീയ നയമാണല്ലോ. ഈ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികളുമായി യോജിക്കുക എന്നുള്ളത് മത്സ്യബന്ധന മേഖലയെ കുറിച്ച് നടപ്പിലാക്കും. എന്തെങ്കിലും ഒരു കാര്യം നഗരസഭയിൽ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു? മത്സ്യബന്ധന മേഖലയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ ഇടതുപക്ഷ പ്രതിനിധി മിണ്ടുന്നില്ല. കാരണം എന്താ അറിയോ? ഇപ്പൊ അവിടെ 18 കോടി രൂപയുടെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുക. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ 18 കോടി രൂപയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീറിനോടും രവിയോടും കൂടിയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണോ അല്ലയോ? സാധാരണഗതിയിൽ ഒരു MP വിളിച്ച 3 യോഗങ്ങളിൽ അന്നത്തെ മുനിസിപ്പൽ ചെയർമാനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ പോകാൻ കൂട്ടാക്കി നിങ്ങൾ ഒരു MP വിളിച്ചില്ല എന്നാണ്. ബന്ധപ്പെട്ട മലപ്പുറം കലക്ടറേറ്റ് ബന്ധപ്പെട്ട ആളുകളും NH അധികൃതരും കൊച്ചിയിൽ NH യൂണിറ്റ് നിങ്ങൾ വിളിച്ചിരുന്നില്ല? ഞാൻ വിവരാവകാശം കൊടുത്തു, ഇതുവരെ മറുപടി കിട്ടിയില്ല. കേട്ടെ, ഇതുവരെ മറുപടി തന്നില്ല. ഒരു മിനിറ്റ് എന്നിട്ട് പറഞ്ഞോളൂ. ഇനി അങ്ങനെ വിളിച്ചില്ല പോയില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്കും സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിക്കും ജനങ്ങളോട് വല്ല ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി വിചാരിച്ചാലോ ഒരു കേന്ദ്രമന്ത്രി വിചാരിച്ചാലോ അണ്ടർപാസ് ഉണ്ടാക്കാൻ ഉണ്ണികൃഷ്ണനോട് പറയാനുള്ള ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ MP
സമദാനി പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. എന്ത് വെച്ചിട്ടുണ്ട്? ഇലക്ഷൻ പ്രമാണിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാ ഞങ്ങൾ ആകാശപാത നിർമ്മിക്കാൻ പോവുകയാണ്. ഈ എം പിക്ക് മുൻഗാമിയോട് ചോദിച്ചൂടെ? ഇത് വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയാണ് ഇത് വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇന്ന സ്ഥലത്ത് അണ്ടർപാസ് അനുവദിക്കണം. E.T. മുഹമ്മദ് ബഷീറിൻ്റെ കൊള്ളരുതായ്മ അത് നിങ്ങൾക്ക് കേൾക്കാൻ വയ്യ. നിങ്ങൾ ഭയങ്കര അസഹിഷ്ണുത പുലർത്തുന്ന ആ കാര്യത്തിൽ ആ സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഈ ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല. ഇതുപോലെ തന്നെ ഇപ്പം നേരത്തെ ഈ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നാനി ഹാർബറിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ 18 കോടി രൂപ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. സാഗർമാല പദ്ധതി. യെസ് 18 കോടിയാണ്. 60% ഉണ്ടോ ബഷീറെ? നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ബഷീർ പറഞ്ഞു 20% MSDP പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രമത്തിൽ 20% 60%. 60 കേന്ദ്രവും 40 സംസ്ഥാനവും. ഒരു സമയം എനിക്ക് തരണം, ചെറിയ സമയം. PMAY പദ്ധതി നിങ്ങൾ വലിയ കൊട്ടി കൊടിച്ചല്ലോ. നിങ്ങൾ എത്ര റുപ്യ കൊടുക്കുന്നു ഈ നാട്ടിൽ വീടുണ്ടാക്കാൻ? 1.5 ലക്ഷം. 1.5 ലക്ഷത്തിന് ഒറ്റ വാതിൽ അകത്തേക്കും പുറത്തേക്കും. അത് ബീഹാറിലും മധ്യപ്രദേശിലും കേരളത്തിൽ നടക്കൂല. ഞങ്ങൾ 4.25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ആ 1.5 ലക്ഷത്തിന്റെ മേലിക്ക് എന്താ പറയുന്നത്? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വീട്ടിന്റെ വില ഒട്ടിക്കണം. 1.5 ലക്ഷം രൂപ ആര് കൊടുക്കണു? കേന്ദ്രം കൊടുക്കണു. 50,000 രൂപ നഗരസഭ കൊടുക്കും. അല്ല, 50,000 സ്റ്റേറ്റ് ഗവൺമെന്റ്. 2 ലക്ഷം പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ആകെ 1.5 ലക്ഷം വീട്ടിന്റെ മുന്നിൽ പ്രധാനമന്ത്രിയുടെ നാട്ടുപോരെ എന്ന ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.